യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. നീ എന്തിനാണ്ടി ഒളിച്ചു നിൽക്കുന്നേ? ന്യൂസ് പിടിക്കാൻ. അല്ലാതെ എന്തിനാ? ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ചേച്ചി, ഞാനും അജയേട്ടനും തമ്മിൽ കടുത്ത പ്രണയമാണെന്ന്. എന്റെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിന്റെ അച്ഛൻ അജയേട്ടനാണെന്ന്. അതെ, പിന്നൊരു ഗുഡ് ന്യൂസ് കൂടിയുണ്ട്. അധികം വൈകാതെ ഞങ്ങൾ ഒളിച്ചോടാൻ പോവാ. എന്താ, നിങ്ങൾ കൂടെ പോരുന്നോ? ചുമ്മാ ഒരു കമ്പനിക്ക്. വേണമെങ്കിലേ നിങ്ങളുടെ നിരാശ കാമുകനെ കൂടി വിളിച്ചോ, മുകുന്ദനുണ്ണി. ഇതൊക്കെ ഒരു രസമല്ലേ? തൊഴുത് നന്നായി പ്രാർത്ഥിച്ചോ. മനസ്സുരുകി പ്രാർത്ഥിച്ചാ ദൈവം കേൾക്കും. ഞാൻ പറയുന്നതെല്ലാം ഇനി അജയേട്ടൻ അക്ഷരം പ്രതി അനുസരിച്ചാൽ മാത്രം മതി. ഐശ്വര്യം മാത്രമേ ഉണ്ടാവൂ. ഫോൺ ഈശ്വര, ദേ ഐശ്വര്യം വന്നു. വിശ്വന്റെ മെസ്സേജാ. വേഗം നോക്ക്, എന്താണെന്ന് അറിയാലോ. എന്റെ പ്രിയപ്പെട്ട അജയ, ഞാനിപ്പോഴും ജീവനോടെ ഉണ്ട്. ഇനി മുതൽ ഞാൻ നിനക്ക് അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി മെസ്സേജിലൂടെ അറിയിക്കും. ഞാൻ പറയുന്നതെല്ലാം നീ ഭംഗിയായി ചെയ്താൽ മാത്രം മതി. എന്റെ അസാന്നിധ്യം കൊണ്ട് അവിടെ ഒരു കുറവും വരരുത്. ഇന്നു മുതൽ ഈ ഫോണായിരിക്കും നിനക്ക് നിന്റെ വിശ്വേട്ടൻ. ഈ ഫോണിലൂടെ മാണിക്യമംഗലത്ത് വിശ്വനാഥൻ നിന്നോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. നോക്ക്, ദേ എന്റെ കയ്യിലേക്ക് നോക്ക്. രോമാഞ്ചം. ഓ, നീ പറഞ്ഞത് സത്യമാ മോളെ. ദേ, ഞാൻ എന്റെ ജീവിതചര്യകൾ മാറ്റിയപ്പോ കണ്ടില്ലേ സൗഭാഗ്യങ്ങൾ ഓരോന്നോരോന്നായി വരുന്നത്. എടാ പൊട്ട, നിന്റെ സൗഭാഗ്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് പോകാൻ പോവല്ലേ. ആ വിശ്വനാഥൻ പറയുന്നതനുസരിച്ച് നീ ജീവിച്ച ആ 1500 കോടി പിന്നെയും ഗോവിന്ദാവില്ലേ. എന്നാലും അജയേട്ടാ, പെട്ടെന്ന് ഇങ്ങനെ ഒരു മെസ്സേജ് ഒക്കെ വരാന്ന് പറഞ്ഞ അത് വിശ്വന്റെ ഒരു ടെക്നിക്ക് അല്ലടി. എന്ത് ടെക്നിക്ക്? പുറപ്പെട്ടു പോയ വിശ്വേട്ടൻ ഇങ്ങനൊരു മെസ്സേജ് അയക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അജയേട്ടാ, ഒന്നുകൂടി നോക്കിയേ, ഇത് ഒറിജിനൽ വിശ്വേട്ടൻ തന്നെയാണോന്ന്. ഇനി ഏതെങ്കിലും ശത്രുക്കൾ അജയേട്ടനെ പറ്റിക്കുന്നതാണെങ്കിലോ? എന്റെ മോളെ, ഒരിക്കലും ഇല്ല. മെസ്സേജ് ആണെങ്കിലും എന്റെ വിശ്വന്റെ ഒരു സ്റ്റൈൽ എനിക്കറിയാം. ഇത് നല്ല ഒന്നാം തരം വിശ്വടം തന്നെയാണ്. മോള് കണ്ടില്ലേ ആ ഒരു ഭാഷാ പ്രയോഗം? 2ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളെങ്കിലും വിശ്വനെ പോലെ വൃത്തവും വ്യാകരണവും കൊണ്ട് സംസാരിക്കുന്നവർ ഈ ആലപ്പുഴ ജില്ലയിലേ ഇല്ല. കാലനല്ലയോ കാലൻ.
വിവരവും വിദ്യാഭ്യാസവും ഒന്നും ഇല്ലെങ്കിലും അങ്ങനെയൊക്കെ അല്ലയോ അങ്ങനെ ഇത്രയും കാലം പിടിച്ചു നിന്നത്. ഇതെന്റെ വിശ്വടൻ തന്നെ. ഇത് നിന്റെ അന്ത്യ ചുംബനോടാ പട്ടി. ഇനി വേണം പഴയതുപോലെ എനിക്ക് എന്റെ ഏട്ടന്റെ തണലിൽ ജീവിക്കാൻ. ഈ മനുഷ്യൻ ഒരിക്കലും നന്നാവില്ല. എന്താ എന്താ ജയ? എന്താന്ന്? നീ എന്താ ഈ നോക്കുന്നേ? എന്തുവാ ഈ നോക്കുന്നേന്ന്? കിട്ടി, എനിക്ക് എന്റെ സൗഭാഗ്യം കിട്ടി. എന്റെ പ്രിയപ്പെട്ട വിശ്വേട്ട, അങ്ങയുടെ പാതാരബിന്ദങ്ങളിൽ ഞാൻ സഹസ്രകോടി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അന്നത്തെ പോലെ ഇനി ഈ പാതകങ്ങൾ വെച്ചാവും എന്റെ ജീവിതവും യാത്രയും. അനുഗ്രഹിച്ചാലും. അടച്ചോന് യവനിത് എന്തിനുള്ള പുറപ്പാടാണോ? ഇനി മറ്റേ മഹാഭാരതത്തിലെ ഭാർഗവന് പഠിക്കുവാണോ? എന്റെ വിശ്വേട്ട, ഇനി അങ്ങ് പറയുന്നത് പോലെ മാത്രം ഞാൻ ഈ മാണിക്യമംഗലത്ത് വീട് ഭരിക്കും. അത് ശരി. കള്ള ഫ്രോഡേ, നിന്റെ ഉദ്ദേശം അതായിരുന്നല്ലേ? ചുളുവിൽ ഈ സാമ്രാജ്യം കീഴടക്കുക. സമ്മതിച്ചടാ നിന്നെ. നീ കള്ളന് കഞ്ഞി വെച്ചവനല്ല, കള്ളന്റെ അമ്മാവന്റെ മോളെ കല്യാണം കഴിച്ചവന്.